ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കാൻ വഴികൾ തേടുകയാണ് കൊച്ചി മെട്രോ. കളമശ്ശേരി മെട്രോ സ്റ്റേഷനോട് ചേർന്ന സ്ഥലത്ത് BPCLന്റെ സഹകരണത്തോടെ ഫ്യൂവൽ സ്റ്റേഷൻ സ്ഥാപിച്ചു. ഫ്യൂവൽ സ്റ്റേഷൻ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനമാണ് കൊച്ചി മെട്രോ. ദിവസേന 1 ലക്ഷത്തോളം യാത്രക്കാരാണ് കൊച്ചി മെട്രോയെ ആശ്രയിക്കുന്നത്. മികച്ച സേവനം ലഭ്യമാക്കുമ്പോഴും കൊച്ചി മെട്രോ പ്രവർത്തന ലാഭം നേടിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് കൂടുതൽ വരുമാനം ഉറപ്പാക്കാനുള്ള പദ്ധതികൾ മെട്രോ ആവിഷ്കരിക്കുന്നത്. അവയിൽ ഒന്നാണ് ഫ്യൂവൽ സ്റ്റേഷൻ. കളമശ്ശേരി മെട്രോ സ്റ്റേഷനോട് സമീപത്താണ് ഫ്യൂവൽ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഫ്യൂവൽ സ്റ്റേഷൻ മെട്രോയ്ക്ക് വരുമാനം നേടിത്തരുന്നത്? ഫസ്റ്റ് അവിടെ ലാൻഡിന് വേണ്ടി എനിക്ക് റെൻറ്റ് കിട്ടും. അതുകൂടാതെ ഞങ്ങളിപ്പോൾ റൺ ചെയ്യുന്നുണ്ടോ, അപ്പോൾ റൺ ചെയ്തുള്ള എല്ലാ പ്രോഫിറ്റ് നമുക്കാണോ. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് 40 lakh rupees നമുക്ക് പെർ ഇയർ റെൻറ്റ് ലാൻഡിന് വേണ്ടി കിട്ടും. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ ഫ്യൂവൽ സ്റ്റേഷനിൽ? ഫ്യൂവൽ സ്റ്റേഷനിൽ എല്ലാ സാധനവും ഉണ്ട് എക്സെപ്റ്റ് CNG. ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡീസൽ, പെട്രോളിൻ്റെ പോലുള്ള വെറൈറ്റി, ഹൈ സ്പീഡ്, മറ്റേ കാര്യങ്ങളെല്ലാം ഉണ്ടോ. പിന്നെ അതുകൂടാതെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ. ബാക്കി ഓയിൽ ചേഞ്ചിങ് ഒരു ഓട്ടോമേറ്റഡ് പ്രോസസ്സ് അവർ തുടങ്ങിയിട്ടുണ്ടോ. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടോ. മെട്രോയുടെ അധീനതയിലുള്ള കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഫ്യൂവൽ സ്റ്റേഷൻ വ്യാപിക്കാനാണ് കൊച്ചി മെട്രോയുടെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായിട്ട് പാലാരിവട്ടം സ്റ്റേഷന് സമീപത്ത് ഫ്യൂവൽ സ്റ്റേഷൻ സ്ഥാപിക്കാൻ IOCയുമായിട്ട് കരാർ ആയിക്കഴിഞ്ഞു. കലൂരിലുള്ള മിച്ച സ്ഥലത്തിലും ഇത്തരത്തിൽ ഫ്യൂവൽ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള ആലോചനയുണ്ട്. നിലവിലുള്ള പാർക്കിംഗ് സൗകര്യത്തെ ഒരു തരത്തിലും ബാധിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഫ്യൂവൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതെന്നും കൊച്ചി മെട്രോ അറിയിക്കുന്നു. വിനു തോമസിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.